നമുക്ക് കഴിഞ്ഞ കൊല്ലം ആനുവൽ ഡേ സെലിബ്രേഷനിലായിരുന്നു, പക്ഷേ ഇക്കൊല്ലം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ 6th ഫ്രണ്ട്സിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 6th ഞങ്ങൾക്ക് ആനുവൽ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡാൻസിനല്ല ഉള്ളത്. ഇപ്രാവശ്യം ഞാൻ എന്തിനാണ് നിങ്ങൾ ഗസ് ചെയ്യൂ ഞാൻ എന്തിനാണുള്ള അറിയാം ഫ്രണ്ട്സ്. ഞാൻ ആങ്കറാണ് ഗൈസ്. ഞാനാണ് ഈ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ്. ടോട്ടലി 6 ആങ്കേഴ്സ് ഉണ്ട്. ഫസ്റ്റ് 2 ആങ്കേഴ്സ് പിന്നെ 4 മെയിൻ ആങ്കേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പോൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇതിന് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ സ്ക്രിപ്റ്റും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ഡ്രസ്സാണ് അങ്ങനത്തെ ഒക്കെ കണ്ടുപോയി വരൂ ഗൈസ്. അങ്ങനെ നമ്മുടെ ആനുവൽ ഡേക്ക് ആങ്കറിങ്ങിനുള്ള സൂട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ സൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയത് എന്താ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ കളറിലുള്ള നമ്മുടെ കോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലെയിൻ ബ്ലാക്ക് എടുത്തു നോക്കി. ഇത് നല്ലതായിരുന്നു ഗൈസ്, പക്ഷെ എനിക്ക് കുറച്ച് കമൻറ്റ് ചെയ്തു ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കോട്ട് തൽക്കാലത്തിന് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഫ്രണ്ട്സ് സൈസൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് പാൻറ്റ് വേണം. അപ്പോൾ ഞാൻ 2 പാൻറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, 2 പാൻറ്റ് എടുത്തിട്ട്. അപ്പോൾ ഇനി നമുക്കിത് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പാൻറ്റാണ് ഗൈസ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഒരു സുഖമല്ല ഗൈസ്, ചെറുതാണ്. കണ്ടോ ഗൈസ്, ചെറുതല്ല, എന്താ പറയുക ഫ്രണ്ട്സ്, മെറ്റീരിയൽ സുഖമല്ല ഗൈസ്. കാരണം കോട്ട് നല്ല കട്ടിൻ്റെ ഇട്ട് പാൻറ്റ് ലൂസിലാടിയാണ്. അപ്പോൾ നമുക്ക് വേറെ ട്രൈ നോക്കാം. നമ്മൾ പാൻറ്റ് എടുത്തു ഗൈസ്. നല്ല പാൻറ്റാണ്, പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ്. കുറച്ച് ഫ്രണ്ട്സ് അത്യാവശ്യത്തിന് ലൂസാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇത് ഒന്ന് ആൾട്ടർ അടിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ സെറ്റാണ് ഗൈസ്. നമുക്ക് കോട്ട് കിട്ടി, നമുക്ക് പാൻറ്റ് കിട്ടി. ഇനി നമ്മൾ ഷൂസ് നോക്കും. പിന്നെ ഷർട്ട് നമ്മൾ വൈറ്റ് ഷർട്ടാണ് എടുക്കുന്നത്. വീട്ടിലുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ വാങ്ങിച്ചത്? സൂട്ട്, പിന്നെ പാൻറ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ആങ്കേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ വരുന്നത് ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമുക്ക് കോട്ട് ഉണ്ട്, പിന്നെ അതിന് പറ്റിയിട്ടുള്ളൊരു പാൻറ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഈ കോട്ടിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഷർട്ട് ഉണ്ട്. ഇത് ശരിക്കും എൻ്റെ സ്കൂൾ യൂണിഫോം ആണ് ഗൈസ്. വെനസ്ഡേയിൽ ഉണ്ട വൈറ്റ് ഷർട്ടാണ്. ഇപ്പോൾ തൽക്കാലത്ത് നമ്മൾ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. കാരണം എൻ്റെ സൈസിൽ വൈറ്റ് ഷർട്ട് അങ്ങനെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഫ്രണ്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി എനിക്കൊരു ഹീലുണ്ട് ഗൈസ്. കണ്ടോ, ഒരു ബ്ലാക്ക് ഹീലാണ്. കാരണം ടീച്ചർ പറഞ്ഞു ഹീൽ ഇട്ടാണ്ടാണ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹീല് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ ഒരു എന്താ ക്ലിയർ ഹീലാണ് ഫ്രണ്ട്സ് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഇനി നമ്മൾക്ക് മേക്കപ്പ് ചെയ്യണം ഗൈസ്. നമ്മളൊരു മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. സിമ്പിൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ആങ്കറാണ്, നമുക്ക് വല്ലാതെ ഷൈൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എനിവേ ഞാൻ ആദ്യം തന്നെ കണ്ണ് എഴുതാണ് ഫ്രണ്ട്സ്. കണ്ണ് എഴുതാൻ ഞാൻ ഉപയോഗിക്കുന്നത് മേബലിൻ്റെ ടാറ്റു ലൈനറാണ് ഫ്രണ്ട്സ്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ തന്നെയാണോ കണ്ണ് എഴുതാറ്, അല്ല ഞാൻ തന്നെയാണോ എൻ്റെ കണ്ണ് എഴുതുന്നത്, എന്തുകൊണ്ടാണ് എഴുതാറ്, ഞാൻ തന്നെയാണ് ഗസ് ചെയ്യുന്നത്. കുറച്ച് കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നന്നായിട്ട് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മേബലിൻ്റെ ടാറ്റു ലൈനറാണ്. ഏകദേശം ഐ തിങ്ക് സോ 300 to 400 ആണ് റേറ്റ് എന്ന് തോന്നുന്നത്. ആമസോണിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ചോ ഫ്രണ്ട്സ്. നല്ല സാധനമാണ്. അപ്പോൾ എനിവേ നമ്മൾക്ക് ഇടാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇവിടെ മിററുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് ഗൈസ്. ഏകദേശം എനിക്ക് ഒരു കണ്ണ് എഴുതാൻ 1 മിനിറ്റ് ഗൈസ് 1 മിനിറ്റ് ചെയ്യാം. കാരണം ഒന്നാമത് എനിക്ക് കുറച്ച് നന്നാവണം എന്നുണ്ട്, അതുകൊണ്ട് 1 മിനിറ്റ് ആക്കുന്നു. എനിക്ക് പെട്ടെന്നൊക്കെ എഴുതിടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇട്ട് പോകും. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത കണ്ണ് എഴുതാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടു ഗൈസ്, സെറ്റാണ്. രണ്ടും ഒരേപോലെ ആയി. അത്ര മതി ഗൈസ്, എനിക്ക് അത്ര മതി എനിക്ക്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള മേക്കപ്പ് നമ്മൾക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ബ്ലഷിന് ഇടാം ഫ്രണ്ട്സ്. ഞാൻ ക്രീം ബ്ലഷാണ് നോക്കുന്നത്. കണ്ടോ, എനിവേ നമ്മൾക്ക് നോക്കാം ഗൈസ് എന്താണ് സംഭവിക്കല്. മതിയില്ല ഗൈസ്, അത് മതി. എന്നിട്ട് നമ്മൾ മെല്ലെ 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 ഇവിടെ ആക്കും ഗൈസ്. വല്ലതും വേണ്ടേ? എനിവേ ഞാൻ ചെയ്യട്ടെ. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇതന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ എൻ്റെ
മേക്കപ്പ് കഴിഞ്ഞ് ഫ്രണ്ട്സ്, ഒരു സിമ്പിൾ മേക്കപ്പ് എന്ന് കണ്ണ് ചെയ്ത് ലിപ്സ്റ്റിക് ബ്ലഷ് ഇടുക, അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് പോയി മാറ്റണം ഗൈസ്. എനിക്ക് 1 മണിക്കൂറും കൂടി ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ കണ്ടും വായിക്കാം, അതുകൊണ്ട് നമ്മൾ സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് പോയി മാറ്റണം. അപ്പോൾ മാറ്റിയിട്ട് കാണാം. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ള് സെറ്റായി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾക്ക് മുടി കെട്ടണം ഫ്രണ്ട്സ്. നൈസാണ്, നോക്ക് ഗൈസ്. നമ്മുടെ ഹീലൊക്കെ ഉണ്ട്, പിന്നെ പാൻറ്, പിന്നെ നമ്മുടെ കോട്ടും, പിന്നെ വൈറ്റ് ഷർട്ടൊക്കെ ഉള്ളിൽ വന്നിട്ട് നൈസ് സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? മുടി കെട്ടണം ഫ്രണ്ട്സ്. ഹൈ പോണിറ്റെയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈ പോണിറ്റെയിൽ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ മുടി കെട്ടി സെറ്റാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇനി സ്കൂൾക്ക് പോകാനായ കാര്യം ഇപ്പോൾ ഏകദേശം എത്ര മണിയായി ഗൈസ്? കണ്ടു, 2:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് നമുക്ക് പോകണം ഗൈസ്. എനിക്ക് കുറച്ച് പേരുണ്ട്, ബട്ട് ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഗൈസ്. ഞാൻ മുടിയൊക്കെ കെട്ടി, നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം ഫ്രണ്ട്സ്. മമ്മി സ്പെഷ്യൽ. മമ്മി എന്താണിത് മമ്മി? കാരണം ഫ്രണ്ട്സ് നമുക്ക് നെയ്ച്ചോറുണ്ട്, നമുക്ക് മമ്മീൻ്റെ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് ഫ്രണ്ട്സ്. സെറ്റ് സാധനമാണ്. പിന്നെ നമ്മുടെ തൈരുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെന്താ ഇതെന്താ ചിക്കൻ കറി ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ടോ? പപ്പടം. പിന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളമുണ്ട്. സെറ്റാണ്. എനിക്ക് പേടിയാവണം ഗൈസ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഞാൻ ന്യൂസ് കാസ്റ്റിങ്ങിന് ഞാൻ പോയിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഫെസ്റ്റിന് ന്യൂസ് കാസ്റ്റിംഗ്, അത് ഇതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യലാണ്. പക്ഷേ ഇതൊരു ആങ്കർ ആയിട്ടില്ല. അപ്പോൾ ഇത്രയൊരു പേടിയുണ്ട്, ഇത്ര ചെറിയൊരു ഭയം, അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എനിവേ നമുക്ക് കഴിക്കാം. എന്നാൽ നമുക്ക് വേഗം സ്കൂളിൽ പോകണം. അതെ ഫ്രണ്ട്സ്, നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് കാണാം. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോട്ട് ഉണ്ട്, ഉള്ളിലിൻ്റെ സ്കൂൾ യൂണിഫോം ഉണ്ട്, പിന്നെ പാൻറ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹീൽസ് ഉണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ചെയ്യും. ഞാൻ പോണിറ്റൈലായിട്ടാണ് മുടി കെട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജസ്റ്റ് ഒരു കുഞ്ഞ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെള്ളക്കുപ്പിയും പിന്നെ സ്ക്രിപ്റ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ നമുക്ക് പോകാം ഗൈസ്. ഫാദർ ഉണ്ട് ബാക്കിൽ, ക്യാമറമാനാണ് ഫാദർ. അപ്പോൾ നമുക്ക് വണ്ടി കണക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. യെസ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ കാറിങ്ങനെ നിർത്താണ്, കണ്ടോ ഗൈസ്? അതാണ് നമ്മുടെ സ്റ്റേജ്. അയ്യോ ഗൈസ്, കണ്ടോ? സെറ്റ് സാധനം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഞാൻ പോവാണ് ഗൈസ്. ബൈ. ഇനി 5:30 ഇപ്പച്ച് വരൂലേ? 5 മണിക്ക് പപ്പ വരും. എന്നിട്ട് എല്ലാവരും കാണിച്ചു തരാം. ഞാൻ അവിടുത്തെ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് പോവാം. ബൈ. 3 hours later. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. നസ്രത്ത് സ്കൂൾ മഞ്ചേരിയാണ്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ നോക്കുക ഗൈസ്, ഇന്ന് നമ്മളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ്. കണ്ടോ, നമ്മുടെ സ്റ്റേജൊക്കെ സെറ്റാണ് ഗൈസ്. ഇത്രയും കസാരകളുണ്ട്. കണ്ടോ ഗൈസ്, നല്ല അടിപൊളി സ്റ്റേജ് ചെയ്യുന്നു. ഞങ്ങളുടെ ഇതിൻ്റെ പേര് നസ്രാങ് 2K25 എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാൻഡൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഗസ്റ്റുകൾ ക്ഷണിക്കാൻ അങ്ങനായിട്ട് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. നോക്ക് ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ബാക്കിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആങ്കർമാരുടെ വരെ വരും ഫ്രണ്ട്സ്. അതാണ് ഇതെന്ന് പറയുന്നത്. നോക്ക് ഗൈസ്, ഞാനാണത്. With over 2 million subscribers, she's just not an internet star, but also a great team player and an outstanding student who's here to make this evening memorable. We couldn't have asked for a better start to this evening. Thank you for giving us such a grand welcome. We'll try our best to live up to your introduction. Now, the stage is all set for you. Go ahead and dazzle us, guys. Good evening, Nazreens! Can I get a good evening? Welcome to the most awaited celebration of the year. Ladies and gentlemen, esteemed guests, respected teachers, proud parents and talented students, on behalf of Nazrat School, we extend a warm greeting to each and every one of you. Wow, what a mesmerizing start to the evening, right? Yes, the welcome dancers truly set the stage for a night to remember. Let's give a huge round of applause to our talented performers for such a beautiful performance.
It is with great joy and enthusiasm that we welcome you all to the official inauguration ceremony of our annual day celebration. As we begin this momentous occasion, let's take a moment to invoke the blessings of the divine. May we seek guidance, wisdom, and inspiration as we gather here today. Now, let us welcome Miss Anavadya Suvarna, the Nightingale of our school, who secured prestigious prizes in State Kalolsav, to lead us in this invocation and set the tone for a meaningful and enriching celebration. Please join us in a moment of silence and reverence as we invoke the divine presence. ഓരോ സയൻറ്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും എൻജിനീയേഴ്സും ഡോക്ടേഴ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നും അവർക്ക് അതുപോലെ ഒക്കെ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹനീയമായ ഈ ഒരു മുഹൂർത്തം ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you for inspiring and for taking the time to be with us today. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. എൻ്റെ മോള് ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ ചേർത്തിയപ്പോൾ അവള് ആദ്യം ചൂണ്ടിക്കാണിച്ചത് മിൻഷയാണ്. മിൻഷയുടെ ഒരു സബ്സ്ക്രൈബറും വലിയൊരു ഫാനാണ് എൻ്റെ മോള്. താങ്ക് യു. Thank you so much, sir. Thank you so much for your inspiring words and for taking the time to be with us today. Your journey and presence have truly added charm to this occasion. We invite you all to stay with us and enjoy the celebration of talent and artistry. Thank you, and let's look forward to the exciting programs ahead. Ladies and gentlemen, stay tuned for the cultural extravaganza, Nazran 2025. പിന്നെ ഫ്രണ്ട്സ് ഫുള്ള് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നു ഫ്രണ്ട്സ്. LP to HSS വരെയുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുറേ എക്സ്ട്രാ കരിക്കുലർ കരാട്ടെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. നോക്ക് ഗൈസ്, ഞങ്ങളുടെ HSൻ്റെ ഡാൻസാണ്, പിന്നെ ഇത് HSSൻ്റെ ഡാൻസാണ്. അങ്ങനെ എല്ലാവരുടെയും സെറ്റ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നൈസ് പ്രോഗ്രാം ആയിരുന്നു. This isn't just an annual day celebration. It's a true reflection of unity, dedication, and hard work of everyone at Nazrat School, our principal, management, teachers, and students. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രിൻസിപ്പൽ ലാസ്റ്റ് വെച്ചിട്ട് സംസാരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, നോൺ ടീച്ചിങ് സ്റ്റാഫിനും, വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിയാനായി ഫ്രണ്ട്സ്. ലാസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും സിസ്റ്റേഴ്സും എല്ലാം സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. സെറ്റ് ചെയ്ത് നോക്ക് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ LP to HSS വരെ ഉള്ളത്. ഇത്രയും ടീച്ചേഴ്സാണ് ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഗൈസ്. അങ്ങനെ എല്ലാവരും പോയി ഗൈസ്. കണ്ടോ, ഫുൾ കാലിയാണ്. സെറ്റാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ആങ്കറിങ്? എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നിങ്ങൾ കണ്ടില്ല വെച്ച് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. എൻ്റെ കാക്കിനും ഷെയർ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വീണ്ടും ഒരിക്കലും ബൈ.